നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ മന്ത് ഒരു അവാർഡ്, ഒരു സമ്മാനം, ഒരു ക്യാഷ് അവാർഡ് അല്ലെങ്കിൽ ഒരു പ്രൈസ്, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആ സംഗതി വീട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോണ്ട് നമ്മളെ ഭാര്യ, നമ്മളെ അച്ഛൻ, നമ്മളെ ഭർത്താവ്, അമ്മ അല്ലെങ്കിൽ മക്കള് അവരതിങ്ങനെ കാണും. അത് കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നൊരു ഫീലുണ്ട്. മൈ ഫാദർ ഈസ് എ ഹീറോ, മൈ മദർ ഈസ് എ ആ ഒരു ഭയങ്കര ഫീലിംഗ്. അത് നമുക്കൊരു സമ്മാനം കിട്ടിയ ചെറിയൊരു സംഗതിയാണ്, പക്ഷെ അത് കൊണ്ടുപോയി അവിടെ വെക്കുമ്പോൾ അവരുടെ കുറേ ഉത്തരങ്ങൾ കിട്ടും. നിങ്ങളത് എൻ്റെ മോന് എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവന് ഭയങ്കര ഭയങ്കരമായിട്ട് അവര് അടുത്തുള്ള കുട്ടികളോടൊക്കെ പോയി പറയും. അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നമ്മളിപ്പോൾ ഉള്ളത് ഇയറിലാണ്. 3 മാസം എന്ന് പറയുന്ന ഒരു സമയം നമുക്ക് തന്നിട്ടുണ്ട്, 90 ദിവസം. ഇതുവരെ കാണാത്തൊരു ചരിത്രം സൃഷ്ടിക്കാൻ ടീം മൊത്തം റെഡിയാണ്. നമ്മൾ നമ്മുടെ 10 ഇരട്ടി ഇട്ടാൽ മതി. ഇത് പറയുമ്പോൾ പോലെ എനിക്കൊരു ഇമോഷൻ വരുന്നുണ്ട്. ഇത് അച്ചീവ് ചെയ്താലുള്ള ഒരു ഇമോഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ പറ്റിക്കാൻ ഭയങ്കര സുഖമാണ്. പണിയെടുക്കാതിരുന്നാൽ നമ്മളെ പിടിക്കാൻ പറ്റില്ല. പണിയെടുക്കാതിരുന്നാൽ, കസ്റ്റമറെ വിളിക്കാതിരുന്നാൽ, ഫോളോ അപ്പ് ചെയ്യാതിരുന്നാൽ, നമ്മൾ വേണ്ടത്ര പിന്നെ മോട്ടിവേറ്റഡ് അല്ലാതിരുന്നാലൊന്നും നമ്മളെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അതിൻ്റെ ഒരു സ്മാർട്ട്നെസ് ഒക്കെ ഇക്കാലം കൊണ്ടായിട്ടുണ്ടാവും. നമ്മൾ ആ ഷെല്ല് പൊട്ടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ വിളിക്കുന്നു, ഞാൻ ചെയ്യുന്നു, ഓരോ കസ്റ്റമറെയും ഞാൻ ഡീൽ ചെയ്യും. ഞാനുള്ള സമയത്ത് കയറണം, കമ്പനി അച്ചീവ് ചെയ്യണം. ഡിസംബർ മാസത്തിൽ 100, അതാണ് ഒരു ടാർഗറ്റ് പറയാം. ഈ 3 മാസം കൊണ്ട് എത്ര ടാർഗറ്റ് വെക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറയൂ. ഇന്ന് 2 മണിക്ക് മുമ്പ് പറയൂ. ആർ യു റെഡി? എത്ര പെട്ടെന്ന് മോട്ടിവേഷനും. ശരിക്കും നമുക്കൊന്ന് ശ്രമിച്ചാലോ ഒരുമിച്ച്. 6 ബ്രാഞ്ച്, എത്ര ബ്രാഞ്ചാണ് നമുക്കുള്ളത്? 6 ആണോ? 5 ബ്രാഞ്ചുകൾ തമ്മിലൊരു മത്സരം. ഓരോ മാനേജർമാരുടെ കീഴിൽ ഓരോ ടീമും തമ്മിൽ മത്സരം. നമ്മൾ ആ പ്രതാപത്തിലേക്ക്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡീലർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഇതിൽ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രം മതി. ഇത് എത്താതിരിക്കണമെങ്കിലും ഇതിൽ ഓരോരുത്തരും വിചാരിച്ചാൽ മതി.